സമയം ശനിയാഴ്ച വൈകിട്ട് ഒരു 3 മണിയായി കാണും. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഞങ്ങൾ കാറും ടെൻറ്റും 2 സാൻഡ്വിച്ചും എടുത്ത് ക്യാമ്പിംഗ് ചെയ്യാൻ പോയി. കാനഡ ആണ്, വീക്കെൻഡാണ്. തൊട്ടപ്പുറത്തുള്ള ചൈന ബീച്ചിലോ ഫ്രഞ്ച് ബീച്ചിലോ ക്യാമ്പിംഗ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ബട്ട് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാ ക്യാമ്പിംഗ് ഗ്രൗണ്ടും ഫുള്ളാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് സോംബ്രിയോയിലെത്തി. കാനഡയിൽ വൈൽഡ് ഫയർ നല്ല കോമൺ ആണ് കേട്ടോ. സമ്മർ കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ട. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കോടമഞ്ഞാണ്. നമ്മൾ ഊട്ടിയും മൂന്നാറൊക്കെ പോകുമ്പോൾ അപ്പോൾ കിട്ടുന്ന അത്തേ വൈബുള്ള കോടമഞ്ഞ്. കോടമഞ്ഞാണോ സ്മോക്കാണോ എന്ന് സംശയം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിൻഡോ തുറന്ന് മണത്ത് നോക്കിക്കൊണ്ടാണ് ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സോംബ്രിയോ ബീച്ചിലെത്തി. ഇവിടെയും പാർക്കിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ കടലിനോട് തൊട്ടടുത്ത് ഞങ്ങൾക്കൊരു ക്യാമ്പിംഗ് സ്പോട്ട് കിട്ടി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, കടൽ രാത്രി വരുമോ, കടൽ കയറുമോ, ഞാൻ ക്യാമ്പിനകത്തോട്ട് കയറുമോ എന്നൊക്കെ. പക്ഷേ ഭാഗ്യത്തിന് രാത്രി കടലൊന്നും ക്യാമ്പിനകത്തോട്ട് കയറിയില്ല. നിങ്ങൾ ദൂരെ നോക്കിയാൽ കുറേ ആൾക്കാർ സർഫ് ചെയ്യുന്നതൊക്കെ കാണാം കേട്ടോ. ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് പേര് ടെൻറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളായിരുന്നു കടലിന് ഏറ്റവും കൂടുതൽ അടുത്ത് ടെൻറ്റ് വെച്ചത്. ഭാഗ്യത്തിന് രാത്രി കടൽ കയറി ക്യാമ്പ് ഒഴുകി പോകാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോംബ്രിയോ ബീച്ചാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.